നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അതൊരു വല്ലാത്ത രാത്രിയായിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് കാർ ഓടിച്ചത്. അപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഹോർഗെ മെൻഡസിൻ്റെ കോള്. എന്നോട് പറഞ്ഞു, ക്രിസ്ത്യാനോയുടെ വീട്ടിലൊന്ന് പോകുമോ, അവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പറയുന്നത് ഹോസെ മൊറീഞ്ഞോയാണ്. 2012 യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ സാന്റിയാഗോ ബെർണാബുവിൽ ബയേൺ മ്യൂണിക്കിനോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെട്ടതിന് ശേഷമുള്ള അവസ്ഥയാണ് അദ്ദേഹം ഈ വിശദീകരിക്കുന്നത്. അദ്ദേഹം ഏറ്റവും പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു, ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ, കളി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞാൻ കരയുകയായിരുന്നു. ഒരുപക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കളി തോറ്റത് കരഞ്ഞത് ആ ഒരു സമയത്ത് മാത്രമായിരിക്കും. പക്ഷെ പിന്നീട് എനിക്കൊരു കോള് വന്നു, ഹോർഗെ മെൻഡസിൻ്റെ കോള്. അതെന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങളൊരു ഫേവർ ചെയ്യുമോ, ക്രിസ്ത്യാനോയുടെ അടുത്തൊന്ന് പോകുമോ, ക്രിസ്ത്യാനോയുടെ വീട്ടിലൊന്ന് പോകുമോ, ഹീസ് ഡെഡ്. അതാണ് അവസ്ഥ. ക്രിസ്ത്യാനോ ഏതാണ്ട് തളർന്ന് തരിപ്പണമായി ഡെഡായിട്ടുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. നിങ്ങളൊന്ന് പോയി ആശ്വസിപ്പിക്കുമോ? ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, ഞാനും ഡെഡാണ്. ബട്ട് ഞാനത് ചെയ്തു. സ്വയം പ്രിപ്പയർഡായി, എൻ്റെ കണ്ണുനീരൊക്കെ തുടച്ച് നോട്ട് യെസ്. എന്നിട്ട് ക്രിസ്ത്യാനോയുടെ വീട്ടിലേക്ക് പോയി. ഞങ്ങളവിടെ പോയി സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ വല്ലാതെ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ളൊരവസ്ഥയാണ് അന്ന് എനിക്ക് തോന്നിയത് എന്നാണ് ഇപ്പോൾ ഹോസെ മൊറീഞ്ഞോ തുറന്നു പറഞ്ഞത്. എന്താണെന്ന് സംഭവിച്ചത്? ഇപ്പോൾ പുതുതായിട്ട് ഉയർന്നു വന്ന ആരാധകരുടെ കാര്യമല്ല, പണ്ട് മുതലേ റയലിനെയും മറ്റുമൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഓർമ്മയുള്ള ഒരു സംഭവമായിരിക്കും അത്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം. 2012 ഏപ്രിൽ 26 രാത്രി സെമി ഫൈനൽ, യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ രണ്ടാം പാദം. അന്ന് സെക്കൻഡ് ലെഗിൽ ആദ്യ പാദത്തിൽ ലീഡുണ്ടായിരുന്നു ബയേൺ മ്യൂണിക്കിന് എന്ന കാര്യം ഓർക്കണം. ആ ബയേൺ മ്യൂണിക്കിനെതിരെ രണ്ടാം പാദത്തിൽ 2-1 റയൽ മാഡ്രിഡ് വിജയിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി. പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയപ്പോൾ ഉണ്ടായ സംഭവം നോക്കണം. ഈ 2-1 വിജയിച്ച ഘട്ടത്തിൽ ക്രിസ്ത്യാനോ ഒരു പെനാൽറ്റി ഗോളും മറ്റൊരു ഗോളും അടിച്ചിരുന്നു. 2 ഗോളും ക്രിസ്ത്യാനോയുടെ വകയാണ്. മറുഭാഗത്ത് ബയേൺ മ്യൂണിക്കിൻ്റെ ഗോളാവട്ടെ ആഡൻ റോബൻ്റെ വക പെനാൽറ്റിയിലൂടെയായിരുന്നു. പിന്നീടാണ് ഈ കളി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകുന്നത്. ഷൂട്ടൗട്ടിൽ ആദ്യത്തെ ഷോട്ട് എടുത്തത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ ബയേണിൻ്റെ ആദ്യ ഷോട്ട് എടുത്തത് അലാബ, അദ്ദേഹം ഗോളാക്കി. പിന്നെ റയലിൻ്റെ ആദ്യ ഷോട്ട് എടുത്തത് ക്രിസ്ത്യാനോ റൊണാൾഡോ, ആ പെനാൽറ്റി ഗോളായില്ല. അവിടെ മുതൽ റയലിൻ്റെ വീഴ്ച തുടങ്ങുകയാണ്. മറുഭാഗത്ത് ഗോമസ് വീണ്ടും ബയേണിന് വേണ്ടി പെനാൽറ്റി എടുക്കുന്നു, ഗോളാവുന്നു. റയലിന് വേണ്ടി അടുത്ത പെനാൽറ്റി ബ്രസീൽ ഇതിഹാസം കക്ക, ഗോളായില്ല. ബയേണിന് വേണ്ടി അടുത്ത പെനാൽറ്റി ക്രൂസിൻ്റെ വക, ഗോളായില്ല. റയലിന് വേണ്ടി ആകെ ഒരാളാണ് പെനാൽറ്റി ഗോളാക്കിയത്. അടുത്ത പെനാൽറ്റി സാബി അലോൺസോ പന്ത് ഗോളാക്കി മാറ്റി. ബയേണിൻ്റെ പെനാൽറ്റി എടുക്കാൻ ലാം, ഗോളായില്ല. റയലിൻ്റെ അടുത്ത പെനാൽറ്റി റാമോസിൻ്റെ വക, ഗോളായില്ല. ഒടുവിൽ ഷോൺസ്റ്റൈഗറുടെ പെനാൽറ്റി ഗോളായി മാറിയതോടെ 3-1 പെനാൽറ്റിയിൽ വിജയിച്ചുകൊണ്ട് ബയേൺ മ്യൂണിക്ക് മുന്നോട്ട് പോയി. ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നിപ്പോൾ ഇങ്ങനെ വിശദമായിട്ട് ഹോസെ മൊറീഞ്ഞോ പറഞ്ഞത്. ഹോസെ മൊറീഞ്ഞോ 2014 ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ആ സംഭവം ഉണ്ടായി അധികം വർഷങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കണം. അന്ന് അദ്ദേഹം പറഞ്ഞത്, സെമി ഫൈനലിൽ പെനാൽറ്റിയിൽ തോക്കുക, നിങ്ങളുടെ ബെസ്റ്റ് പ്ലെയർ, നിങ്ങളുടെ ബെസ്റ്റ് പെനാൽറ്റി ടേക്കർ, നിങ്ങളെ ഏറ്റവും അധികം വിശ്വാസം അർപ്പിക്കുന്ന പെനാൽറ്റി ടേക്കറെ ആദ്യത്തെ പെനാൽറ്റി എടുക്കാൻ വിട്ടിട്ട് ആ സ്പോട്ടിൽ, പെനാൽറ്റി സ്പോട്ടിൽ അയാൾ ഫെയിലാവുക, തീർച്ചയായിട്ടും ആ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല എന്ന് ഇപ്പോഴും ആ ദുരന്തത്തിൻ്റെ ഓർമ്മ ഹോസെ മൊറീഞ്ഞോയുടെ മനസ്സിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിലെ ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ. അതായത്, ഞാനന്ന് കരഞ്ഞുകൊണ്ടാണ് വണ്ടി ഓടിച്ചു പോയത്, CR7 അവസ്ഥ അതിനേക്കാൾ പരിതാപകരമാണ് എന്ന് പറയുന്നിടത്തുണ്ട് എത്രത്തോളം അതൊരു മുറിവായിട്ട് മനസ്സിലുണ്ട് എന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെതാണ്.